ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ മെസ്സി ആയിട്ടുള്ള ഹോം ടൂർ വേഴ്സസ് ക്ലീൻ ഹോം ടൂറാണ് കാണിക്കുന്നത്. മൊത്തത്തിലുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് കറക്റ്റ് 1 hourലാണ് കേട്ടോ. ഇത് ഞാൻ സാറ്റർഡേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വർക്കിംഗ് ഡേ അല്ല, ഓഫായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം മൊത്തത്തിൽ റെസ്റ്റ് എടുക്കണം, ചില്ലായിട്ടിരിക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിലെല്ലാം വലിച്ച് വാരി ഇട്ടതുപോലെ തോന്നി. അപ്പോൾ അന്ന് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സൺഡേ എന്തായാലും ഓഫാണല്ലോ, അപ്പോൾ മുഴുവനായിട്ടും റെസ്റ്റ് എടുക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണാണ് ഷൂട്ട് ചെയ്തത്. കിച്ചണിൽ സകലമാന സാധനങ്ങളും ഉണ്ട് കൗണ്ടർ ടോപ്പിൽ. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്, കുറേ സാധനങ്ങൾ ഒതുക്കി വെക്കാനുണ്ട്, അങ്ങനെ നിറയെ പണികളുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരാഴ്ച എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. വർക്ക് പ്രഷറാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഭയങ്കര വീക്കായിരുന്നു. കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും പിന്നെ ഉറക്കം ശരിയാവാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തലകറക്കം, പിന്നെ കൈകാല് വിറയൽ പോലെ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അവസാനം ഡോക്ടറെ കാണിച്ചു. ഷുഗർ ലെവൽ ഡൗൺ ആയതുകൊണ്ടാവാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നല്ലോണം തലകറക്കം ഫീൽ ചെയ്യുകയാണെങ്കിൽ ചോക്ലേറ്റൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മെസ്സി ആയിട്ടുള്ള ഹോം ടൂറാണ്. സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഐക്കയുടെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ ഒന്ന് സെൻഡ് ചെയ്യണം. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് ഇങ്ങനെ ടോയ്സും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും വീടൊന്ന് ക്ലീനായിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ എല്ലാം ഒതുക്കി വെച്ച് പിന്നെ എന്താ വെച്ചാൽ ഇവർ ചെയ്തോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. അല്ലാതെ അവരുടെ പുറകെ നടന്ന് അവർ വലിച്ചിടുന്ന ഓരോ സാധനങ്ങളും നമ്മൾ എടുത്തു വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്തായാലും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധനങ്ങളൊക്കെ വലിച്ച് വാരിയിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ തുണികൾ എടുക്കാനുണ്ട്, മടക്കി വയ്ക്കാനുണ്ട്. അതൊക്കെ ഈ ഒരു 1 hour ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം ഒതുക്കി ഒന്ന് ക്ലീനാക്കി അടിച്ച് വാരി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം എന്തായാലും ഇനി 6 മണിക്ക് തുടയ്ക്കാനായിട്ട് നമ്മുടെ മെയ്ഡ് വരും. അപ്പോൾ ഞാൻ തുടയ്ക്കാൻ മാത്രം നിൽക്കുന്നില്ല, ബാക്കിയുള്ള എല്ലാ ക്ലീനിങ്ങും ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും 1 hour 8 minutes ആണ് വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ വേഗം പണികൾ തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിച്ചണാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ മൊത്തത്തിൽ കൗണ്ടർ ടോപ്പിൽ മൊത്തം പാത്രങ്ങളാണ്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ നമുക്ക് ചോറ് വയ്ക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. പാത്രം കഴുകിയാൽ തന്നെ ഒരു 50% പണി തീർന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇന്ന് ഈ പണികളൊന്നും ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് മൈൻഡിലിങ്ങനെ വന്നത് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് 3 days ആണ് എനിക്ക് മെഡിസിൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദിവസവും എനിക്ക് മെഡിസിൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടയർഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ജഗ്ഗിലുള്ള വെള്ളത്തിലിട്ടിരിക്കുന്നത് വേരാണ് കേട്ടോ. അപ്പോൾ ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്തിൻ്റെ വേരാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനിടയ്ക്ക് എനിക്ക് വിശന്നു, അപ്പോൾ ഞാനൊരു കപ്പ് കേക്ക് എടുത്ത് കഴിച്ചു, കുട്ടികൾക്കും കൊടുത്തു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ടിഷ്യൂ ഹോൾഡറിലുള്ള ടിഷ്യൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഫില്ല് ചെയ്തു. പിന്നെ ഇത് ബ്രെഡ് ടോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ഗുഡീസായിട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റാണിത്. ഇതും പിന്നെ ഒരു മിക്സിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം മോന് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിലാണ് എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് ഇതിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഒരു പോർഷനെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നോക്കിയപ്പോൾ നമ്മുടെ ചെയേഴ്സിൻ്റെ സൈഡിലെല്ലാം പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയറെല്ലാം തുടച്ചു. അപ്പോൾ ഈ പണികളൊന്നും നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതല്ല, പൊടി പിടിക്കുന്ന സമയത്ത് തുടയ്ക്കും, അത്രയേ ഉള്ളൂ.
ഇനി കിച്ചൺ ക്ലീനിങ് പെൻഡിങ്ങിലാണ് കേട്ടോ. കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇനി കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ പാത്രങ്ങൾ കൂടുതലായാലുള്ള പ്രശ്നം ഇതാണ്, പാത്രം കഴുകി നമുക്ക് മതിയാവും. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി, അപ്പോൾ തന്നെ വന്നു. പിന്നെ സിങ്കും പിന്നെ തുടയ്ക്കാൻ യൂസ് ചെയ്തിട്ടുള്ള തുണികളും ഒക്കെ കഴുകിയിട്ടു. പിന്നെ സ്പൂണും ഫോർക്കൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്റ്റാൻഡിനകത്ത് ഒരുപാടായിട്ടുണ്ടായിരുന്നു സ്പൂണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കുറച്ച് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു സ്ട്രോ എനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇത് മിനിസോന്നാണ് വാങ്ങിച്ചത്, നെക്സസ് മോളിൽ നിന്ന്. ഇതിന് 200 249 അങ്ങനെ എന്തോ ആയിരുന്നു പ്രൈസ്, എനിക്കിപ്പോൾ അത്രയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ പാൽ കുടിക്കാനൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ ചോറ് വെച്ചു, പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ഈ ഒരു കൗണ്ടർ ടോപ്പാണ്. ഇതൊരു കുഞ്ഞു കൗണ്ടർ ടോപ്പാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ പിന്നിലായിട്ടുള്ള ഒരു കുഞ്ഞു പോർഷനാണിത്. അപ്പോൾ ഇവിടെയും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം ഞാൻ ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് ഇവിടെയാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് കാണില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്ലേറ്റ്സും ഇവിടെ തന്നെയാണ് എപ്പോഴും വെക്കാറ് കേട്ടോ. പിന്നെ ഈ ഒരു കൗണ്ടറിൻ്റെ മുകളിലായിട്ട് നല്ലോണം പൊടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കൈയോടെ ക്ലീൻ ചെയ്തു. അപ്പോൾ അതോടെ കഴിഞ്ഞപ്പോൾ ഈ ഒരു കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ കുറച്ച് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അടിച്ച് വാരിയിട്ടില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് അടിച്ച് വാരാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ വാഷ് ബേസിൻ ഏരിയ ഫുൾ ക്ലീൻ ചെയ്തു കേട്ടോ. അതിൻ്റെ മിററൊക്കെ ഞാൻ തുടച്ചു. അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. പിന്നെ ബെഡ്റൂമിലോട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഷീറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ പുറത്ത് കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂമും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം. ഇനി മെയിനായിട്ട് സാധനങ്ങൾ വലിച്ചിടുന്നത് ഈ ഹാളിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ മിക്കവാറും കളിക്കുന്ന ഒരു സ്ഥലം ഹാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടോയ്സും ഇവിടെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മോനോട് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവനും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു വെച്ച് തന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ, എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി. പിന്നെ IKEA പ്രൊഡക്ട്സ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പാക്കേജസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. കൺഫർമേഷൻ പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ സെൻഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ IKEA പ്രൊഡക്ട്സ് ആവശ്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ നമ്പർ എൻ്റെ പ്രൊഫൈലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാം എൻ്റെ ഈസി റെസിപ്പി സ്പൈസ് അല്ലാന്ന് തന്നെയാണ്, സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിലോട്ട് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യണം. ഞാൻ പ്രൊഫൈൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പണി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എനർജി ലെവൽ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ക്ലീനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് 2 o'clock ഒക്കെ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇനി ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കിയുള്ള പണികൾ എനിക്കിനി ചെയ്യാൻ വയ്യാന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തുണികളൊന്നും എടുത്ത് മടക്കി വെക്കാനൊന്നും നിന്നില്ല. അപ്പോൾ എല്ലാവരുടെയും ഒതുക്കി വെച്ച് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ കുറേ നേരം. പിന്നെ മെയ്ഡ് വന്നപ്പോഴാണ് ഞാൻ എണീറ്റത്. ഇപ്പോഴും നമ്മുടെ വാഷിംഗ് മെഷീനിലുള്ള തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് 1 hour 8 minutes ആയിട്ടുണ്ടായിരുന്നില്ല, ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വാഷ് ബേസിൻ ഏരിയയിലുള്ള മിററെല്ലാം ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ ചെയ്യണം.
പിന്നെ എന്തെങ്കിലും ക്ലീനിങ് ടിപ്സോ അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് കാണാൻ ഇഷ്ടം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ജോലി തിരക്കിൻ്റെ ഇടയിലും ഈ സ്ട്രെസ്സിൻ്റെ ഇടയിലും കുട്ടികളെ നോക്കുന്നതിനിടയിലും പിന്നെ വീട്ടിലെ പണികളുടെ ഇടയിലും ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്ത് തിരക്കിനിടയിലാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് സന്തോഷം കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഈ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഭയങ്കര സ്ട്രെസ്സ് തോന്നുകയാണെങ്കിൽ കുറച്ച് നാൾ വീഡിയോസ് എടുക്കാതിരിക്കൂ, അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് ജോലിയിൽ വേണമെങ്കിൽ ഞാനൊരു ലോങ് ലീവ് എടുക്കാം, പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് എടുക്കുന്ന വീഡിയോസൊന്നും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതെനിക്കൊരു ഭാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഡോക്ടർ ചോക്ലേറ്റ് കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് സ്റ്റോക്കിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എനിക്ക് ചോക്ലേറ്റ് കഴിക്കാം. ചോക്ലേറ്റ് എപ്പോഴും കുട്ടികൾ കാണാതെ ഒളിപ്പിച്ച് വെച്ച് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുപോലുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.